നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് കൂത്താട്ടുകുളം റോഡിൽ സ്ഥിതി ചെയ്യുന്ന മേഴ്സി ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. വരൂ, നമുക്കെല്ലാവർക്കും മേഴ്സി ഹോസ്പിറ്റലിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം, കേരള ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. സേവന പാരമ്പര്യ രംഗത്ത് പതിറ്റാണ്ട് പിന്നിട്ട ഒരു അടിപൊളി ആശുപത്രിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 1973 30 ബെഡോടുകൂടി വളരെ ചെറിയ രീതിയിൽ തലയോലപ്പറമ്പ് കൂത്താട്ടോളം റോട്ടില് പൊതിയിൽ ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുകയുണ്ടായി. ആ ഹോസ്പിറ്റലാണ് മേഴ്സി ഹോസ്പിറ്റൽ. ഇന്ന് 2023-24 ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഈ മേഴ്സി ഹോസ്പിറ്റലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ കേരള ഗൈഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. എൻ്റെ പേര് ഡോക്ടർ അലൻ മാത്യു. മേഴ്സി ഹോസ്പിറ്റൽ തലയോലപ്പറമ്പിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനാണ്. ഇവിടെ ഓർത്തോപെഡിക് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ചികിത്സകൾ ലഭ്യമാണ്. പ്രത്യേകിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ്. എല്ലാവിധ പൊട്ടലുകൾക്കുള്ള ചികിത്സകളും ഇവിടെ 24 മണിക്കൂർ അവൈലബിൾ ആണ്. നടുവേദന, ആർത്രൈറ്റിസ് പോലുള്ള സന്ധിരോഗങ്ങൾ ഇവയ്ക്കുള്ള ചികിത്സകളും അതിനൊപ്പം തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം, അതുപോലെയുള്ള കൈയുടെ പരിക്കുകൾക്ക് ഉണ്ടാകുന്ന ശസ്ത്രക്രിയകൾ തുടങ്ങിയവ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്. ഇത് കൂടാതെ തന്നെ ടെന്നീസ് എൽബോ, മുട്ട് തേയ്മാനം തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള ഇഞ്ചക്ഷനുകളും റീജനറേറ്റീവ് മെഡിസിൻ തുടങ്ങിയ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അതിനെല്ലാം അത്യാധുനികമായ സൗകര്യങ്ങളെല്ലാം തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മേഴ്സി ഹോസ്പിറ്റലിലേക്ക് എന്താവശ്യങ്ങൾക്ക് വന്നാലും നിങ്ങൾക്ക് ആവശ്യമായ കെയർ കൊടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എൻ്റെ പേര് ഡോക്ടർ രാഹുൽ. മേഴ്സി ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഡോക്ടറെല്ലാം പറഞ്ഞ സൗകര്യങ്ങൾക്ക് പുറമെ നമുക്ക് ഇവിടെ മുട്ടുമാറ്റിക്കുള്ള ശസ്ത്രക്രിയ, സ്പോർട്സ് ഇഞ്ചുറി മൂലം ഉണ്ടാകുന്ന ACL, മെനിസ്കസ് പോലുള്ള അവയവങ്ങൾക്ക് വേണ്ടിയുള്ള സർജറികളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർത്തോ വിഭാഗത്തിൽ എല്ലാത്തരം പ്രായത്തിലുള്ള ആൾക്കാർ എത്താറുണ്ട്. ഈവൻ കുട്ടികളാണെങ്കിൽ പോലും അതിനുള്ള സർജറി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാത്തരം അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഓർത്തോപെഡിക് ചികിത്സകളും നമുക്കിവിടെ ലഭ്യമാണ്. അത് ഈവൻ പ്ലാസ്റ്റർ തൊട്ട് സർജറി വരെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഡോക്ടർ ആൻസി എൽസ തോമസ്. ഞാൻ മേഴ്സി ഹോസ്പിറ്റൽ പുതിയിലെ ശ്വാസകോശ വിദഗ്ധയാണ്. ഇവിടെ എല്ലാ ദിവസവും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രതിവിധി 24 മണിക്കൂർ നേരവും ഇവിടെ അത് ലഭ്യമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ 9:30 മുതൽ 12:30 വരെയും, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ 4 മണി മുതൽ 5:30 വരെയും ഇവിടെ ചികിത്സാ സൗകര്യം ലഭ്യമാണ്. കാഷ്വാലിറ്റി സംവിധാനങ്ങൾ, CCU സേവനങ്ങൾ എല്ലാം ലഭ്യമാണ്. ഈ കാലയളവിൽ പെരുകി വരുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ആസ്തുമ, COPD,
ബ്രോങ്കിക്ടാസിസ്, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് അഥവാ ലങ് ചുരുങ്ങൽ രോഗങ്ങൾ, ഇതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും ഇവിടെ ഇപ്പോൾ ലഭ്യമാണ്. ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ മേഴ്സി ഹോസ്പിറ്റലിലേക്ക് ധൈര്യമായി നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങൾ ലഭ്യമാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തസ്നിം. ഞാൻ ഇവിടുത്തെ മേഴ്സി ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ആൻഡ് നിയോണറ്റോളജിസ്റ്റ് ആണ്. നമുക്കിവിടെ കുട്ടികൾക്കായുള്ള കോമൺ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പനി, ജലദോഷം, ബാക്കിയുള്ള അലർജി, ആസ്മ എന്നിവയുടെ ട്രീറ്റ്മെൻറ്റുകൾ, വാക്സിനേഷൻ സർവീസസുകൾ, ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ്, എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്കിവിടെ ന്യൂ ബോൺ സർവീസ് NICU ഫെസിലിറ്റി ആയിട്ട് അവൈലബിൾ ആണ്. ലെവൽ 2, അതായത് CPAP വരെ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ CPAP സംവിധാനവും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. നവജാത ശിശുക്കളിൽ ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾക്ക് ഉണ്ടാവുന്ന ഫോട്ടോതെറാപ്പി സംവിധാനവും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഈയിടെയായി കുഞ്ഞുങ്ങൾ കൂടുതലായി പനികളും ചുമയും കൂടുതലായി കഫക്കെട്ടുകളും ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതിനുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന എപ്പോഴും അടിക്കടിയായി വരുന്ന ഫ്ലൂ പോലെയുള്ളത്, ഇൻഫ്ലുവൻസ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഫ്ലൂ വാക്സിനും നമ്മുടെ ഇവിടെ മേഴ്സി ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ ഇവിടെ 24/7 പീഡിയാട്രീഷ്യൻ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ധൈര്യമായി മേഴ്സി ഹോസ്പിറ്റലിലേക്ക് പോരാം. മേഴ്സി ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ്. ഒരുപാട് ആളുകളാണ് ഇവിടെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതും ഇവിടുത്തെ ചികിത്സ നേടുന്നതും. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരാണ് ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്നതും ആയുർവേദത്തിൽ വിശ്വസിക്കുന്നതും. ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പൊ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഡോക്ടർ സിസ്റ്റർ അനറ്റ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സിനോബി ചാക്കോ അല്ലെ, ഡോക്ടർ അനറ്റ് എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. നമസ്കാരം സിസ്റ്റർ. ഇവിടുത്തെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
ഇവിടെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി വർഷങ്ങളായിട്ട് ഉള്ളതാണ്. ഒരു 15 വർഷത്തോളമായി ആയുർവേദത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉം. തുടങ്ങിയിട്ട്. ആ. അതിൽ തന്നെ ഇപ്പം IP കുറച്ചുകൂടി നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആ. കിടത്തി ചികിത്സ, പിന്നെ വന്നു പോയിട്ടുള്ള ചികിത്സ. എല്ലാവർക്കും ഇപ്പം കിടന്ന് ചികിത്സ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ആ. അടുത്ത പ്രദേശങ്ങളിലുള്ളവർ. ആ. അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്ക് നമുക്ക് വന്നു പോയിട്ട് അവർ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ചെയ്യുന്നുണ്ട്. ശേഷം പറഞ്ഞു വിടും. ആ. അല്ലാത്തവരെ നമ്മൾ ഒത്തിരി ദൂരത്തു നിന്നുള്ളവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കിടത്തി ഇവിടെ തന്നെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഒരു കോഴ്സായിട്ട് ചിലപ്പോൾ 7 days ട്രീറ്റ്മെന്റ്, 15 ദിവസം, 21 days, അങ്ങനെ ഓരോ പാക്കേജ് അനുസരിച്ചിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും രോഗത്തിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ദിവസം വേണം എന്നുള്ളത് തീരുമാനിക്കും. നമുക്ക് ഇപ്പൊ ഈ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ ഏതെല്ലാം തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്? നമുക്കിവിടെ എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പഞ്ചകർമ്മയിൽ MD ചെയ്തതാണ്. അപ്പൊ പഞ്ചകർമ്മമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കിഴികള്, പിഴിച്ചില്, ധാര, ശിരോധാര, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ട്രീറ്റ്മെന്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകള്, എണ്ണകള് എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇല്ല, അപ്പോ ശരിക്കും പറഞ്ഞാൽ മെഴ്സി ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ തരം ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല മരുന്നുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. ആയുർവേദ മരുന്നുകളുടെ അവൈലബിലിറ്റി അപ്പൊ അതെല്ലാം നമ്മൾ ആളുകളെ വിട്ട് പല രീതിയിൽ കളക്ട് ചെയ്യിപ്പിക്കും. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കും. നമുക്ക് ചെറിയ മരുന്നൊക്കെ പൊടിക്കാനുള്ള ചെറിയ മെഷീൻസ് സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഉണ്ട്. ഒരുവിധ എല്ലാ എണ്ണകളും മുറുവെണ്ണ തുടങ്ങിയ അങ്ങോട്ട് പോകുന്ന എല്ലാ എണ്ണകളും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കും. പിന്നെ ചുമക്കൊക്കെയുള്ള സാധാരണ മറ്റേ ആന്റിബയോട്ടിക്സും ഒക്കെ 2-3 പ്രാവശ്യമൊക്കെ കഴിച്ചിട്ടും കുറയാതെ വരുന്ന പലരും നമ്മുടെ ആയുർവേദത്തിന്റെ പൊടി ചുമക്കൊക്കെ ഉണ്ടാക്കുന്ന ചില മരുന്നുകളുണ്ട്. അതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് കുറയാറുണ്ട്. അത് തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരാറുണ്ട്. അതെല്ലേ, ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ ചുമക്കൊക്കെ നമ്മുടെ മരുന്നുകൾ ഭയങ്കര എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇത് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ മെഡിസിൻസ് വേറെ എവിടെയെങ്കിലും ലഭ്യമാവും? നമുക്ക് ഇപ്പം ഇവിടെ മെഴ്സി ഹോസ്പിറ്റലിന്റെ തന്നെ അകത്ത് ഒരു ആയുർവേദത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ പലർക്കും അത് അറിയത്തില്ല. നമ്മളങ്ങനെ ഒരു പബ്ലിസിറ്റി ആയിട്ട് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പോകുന്ന പേഷ്യൻസ് മറ്റു പേഷ്യൻസിനോട് പറഞ്ഞ് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് പേഷ്യൻസ് വരുന്നത്. എന്നാലും നമുക്ക് റൂമുകളെല്ലാം ഫുള്ളാണ്. നമുക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരു പേഷ്യന്റ് പോയി കഴിയുമ്പോൾ അടുത്ത പേഷ്യന്റിനെ നമ്മൾ വിളിച്ച് കിടത്തുക, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് മെഴ്സി ഹോസ്പിറ്റലിന്റെ തന്നെ ആയുർവേദത്തിന്റെ ഒരു സെന്റർ ഉണ്ട്. വൈക്കം തോട്ടുവക്കം, കനാൽ സൈഡ് തോട്ടുവക്കം എന്ന് പറയും. അതായത് TV പുരം, മുത്തടത്തുകാവൊക്കെ പോകുന്ന ഒരു ജംഗ്ഷൻ ആണ് അവിടെയുണ്ട്. അപ്പൊ അവിടെ തുടങ്ങിയിട്ട് നമ്മളിപ്പം 1 വർഷമായി. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ രാവിലെ ഞാൻ ഇവിടെയാണ്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയും ഉള്ള സമയത്ത് നമ്മൾ മെഴ്സി ഹോസ്പിറ്റലിലാണ്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 2:30 മുതൽ 5:30 വരെ, അത് മിക്കവാറും 6 മണി വരെയൊക്കെ വൈക്കത്താണ് OP. മാഡം, നമുക്ക് ഇവിടെ അപ്പോ ഈ കൈകാല് വേദന അല്ലെങ്കിൽ ഇപ്പോ ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്തതിനു ശേഷം പലർക്കും പല പല പെയിൻസ്, ജോയിന്റ് പെയിൻ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇവിടെ നമ്മളിപ്പോ ഒത്തിരി പേർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മൾ സ്പോർട്സ് ലെവലിലുള്ളവരൊക്കെ ഒന്ന് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സർജറി ഒക്കെ ചെയ്ത കേസുകളും അവരുടെ ഭയങ്കര സ്റ്റിഫായിരിക്കും. സർജറിക്കൊക്കെ ശേഷം കാല്, കൈ ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്റ്റിഫായിരിക്കും. അതിനെയൊക്കെ ഒന്ന് സ്മൂത്തനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ്, മരുന്നിടുക, അതുപോലെ തന്നെ ബാൻഡേജ് ചുറ്റുക, അങ്ങനത്തെ ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ലേപം, അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എണ്ണകള് അതിന് വേണ്ടിയിട്ട് ആ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ എണ്ണകളും മരുന്നും ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ പ്രായമായവരിൽ കണ്ടുവരുന്ന മുട്ടുവേദനയെല്ലാം ഭയങ്കരമായിട്ട് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന, അങ്ങനെയുള്ള ചിലപ്പോ ഒരു സർജറിയിലേക്ക് പോകാൻ ഒരു മടിയും പേടിയും ഒക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ അതിന് നമുക്ക് എന്താണ് സൊല്യൂഷൻ? ഒത്തിരി പേർക്ക് നമ്മളിവിടെ ചെയ്യുന്നതാണ്. നമ്മള് മുട്ടിന് തന്നെ ഒരു ജാനുബസ്തി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ജാനുബസ്തി എന്ന് പറഞ്ഞാൽ നമ്മളൊരു തളം പോലെ ഒന്ന് കെട്ടിവെച്ചിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയില് നിറച്ച് അതൊരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ആ ഓയില് മാറ്റിക്കൊണ്ടിരിക്കും. അതൊരു 30 to 45 മിനിറ്റ് ആണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 7 ദിവസം കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ മുട്ടിന്റെയൊക്കെ വേദന ഒത്തിരി
കുറയാറുണ്ട്. പിന്നെ നീരായിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് പ്രായമായവർക്ക് കണ്ടുവരുന്ന മുട്ടുവേദനയും ഒക്കെ ഒത്തിരി വ്യത്യാസം വരാറുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെ ഒക്കെ അധികമായ ഉപയോഗം മൂലമാണോ എന്താ അറിയില്ല, മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഏത് തരത്തിലാണ്? മൈഗ്രെയിൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് പറയാം. എന്ന് വെച്ചാൽ എൻ്റെ തീസിസിന്റെ സബ്ജക്റ്റ് മൈഗ്രെയിൻ ആണ്. ഞാൻ MD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തീസിസിന്റെ സബ്ജക്റ്റ് അതിലൊരു വരണാതി ക്ഷീരഘൃതം എന്ന് പറഞ്ഞൊരു വൈദ്യരത്നത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു മെഡിസിൻ. ആ മെഡിസിൻ വെച്ചിട്ടാണ് ഇവിടെ മിക്കവാറും നമ്മൾ നസ്യം എന്നുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രെയിന് മെയിൻ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈഗ്രെയിൻ എന്ന് പറയാൻ നമുക്കറിയാം, നമ്മൾ ഭയങ്കര നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു പെയിൻ ആയിരിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷനിലെ നല്ല രീതിയിൽ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നസ്യം മെയിൻ ആയിട്ട് നമ്മൾ നസ്യാണ് ചെയ്യുന്നത്. 7 ഡേയ്സ് കോഴ്സാണ്. അതിനോടൊപ്പം തന്നെ നസ്യം മാത്രം പോരാ, ഒരു 21 ഡേയ്സ് നമ്മളെ മെഡിക്കേഷൻ കൂടി നമ്മൾ എടുക്കണം. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കയ്യോ കാലോ ഒരു എല്ല് പൊട്ടലായിട്ടോട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സ്റേ, സ്കാനിങ് തുടങ്ങിയ എല്ലാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചുറ്റുമുള്ളതുകൊണ്ട് നമുക്ക് വേറൊരു ബുദ്ധിമുട്ടുമില്ല. നേരെ അവിടെ ചെന്ന് റിസൾട്ട് അപ്പൊ തന്നെ അറിയാം, അപ്പൊ തന്നെ ചികിത്സ ഉടനടി സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും സിസ്റ്റർ വളരെ വളരെ സന്തോഷം. കാരണം ഇപ്പോഴത്തെ തലമുറയിലേക്കുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ആയുർവേദമാണ്. മേഴ്സി ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ പല രീതിയിലാണ് ഇപ്പൊ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആയുർവേദ ഈ ഒരു മേഖലയിൽ സിസ്റ്റർ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പൊ മേഴ്സി ഹോസ്പിറ്റലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ കേരള ഗൈഡിലൂടെ അറിയാൻ പോകുന്നത്. നമ്മളിപ്പോ ഒരുപാട് കണ്ടു കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലിന്റെ മെയിൻ ഈ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ഇത്രയും വളരെ ചിട്ടയോടെ, അച്ചടക്കത്തോടെ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, വളരെ നല്ല രീതിയിൽ സമൂഹത്തിലെ ആളുകൾക്ക് വളരെയേറെ സേവനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ ഒരാളുണ്ട്. ആ ആളാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഇരിക്കുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡോക്ടർ അനിത അറയ്ക്കൽ. നമസ്കാരം. എന്തായാലും വളരെ തിരക്കിലാണെന്നറിയാം, എന്നാലും കുറച്ച് സമയം ഞങ്ങളൊപ്പം ചെലവഴിക്കാൻ കാണിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങൾ സിസ്റ്ററോട് ചോദിക്കാനുണ്ട്. അതായത് ഇപ്പൊ 1973 ഈ ഹോസ്പിറ്റൽ ഇവിടെ ആരംഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഒരു റിമോട്ട് ഏരിയയാണ്. ഇപ്പോഴും കുറെ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിൽ വളരെ 30 ബെഡോട് കൂടി, അന്നത്തെ കാലത്ത് ആ 30 ബെഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ. പല ഹോസ്പിറ്റലുകളും വരുന്നത് നമ്മുടെ പട്ടണങ്ങളിലായിരുന്നു ആ ഒരു ടൈമില്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഹോസ്പിറ്റൽ 1973 ഈ ഒരു ഗ്രാമപ്രദേശത്ത് വന്നതും അവിടുന്ന് ഒരു ഉയർച്ചയായിരുന്നു ഇങ്ങോട്ട്? അപ്പൊ അതിന്റെ പുറകിലുള്ള കഥകൾ എന്തൊക്കെയായിരുന്നു? കോട്ടയം ഡിസ്ട്രിക്റ്റിലെ തലയോലപ്പറമ്പ്, അതിൽ പൊതി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മേഴ്സി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അതെ. ഇത് റിമോട്ട് ഏരിയ ആണ് തീർച്ചയായിട്ടും. അന്ന് ഒരു 50 വർഷം മുൻപ്, ഈ വർഷം അതിന്റെ 50ാം ജൂബിലി ആഘോഷിക്കുകയാണ്. 50 വർഷം മുൻപ് ഈ ഒരു പ്രദേശത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ റിമോട്ട് ഏരിയ, സ്കൂളുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളോ യാത്രാ സൗകര്യങ്ങളോ ഒക്കെ വളരെ കുറവ്. അതിൻ്റെ ഒപ്പം തന്നെ വികസന സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയുള്ള ഒരു ഗ്രാമപ്രദേശമാണിത്. അപ്പം അത് ഞാൻ ജനിച്ചു വളർന്ന, എനിക്ക് അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഞാൻ ജനിച്ചു വളർന്നൊരു സ്ഥലവും കൂടിയാണിത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇവിടെ തന്നെ എൻ്റെ ഒരു മിഷൻ ഏരിയ ആയിട്ട് ഇവിടെ തന്നെ വരാൻ സാധിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ മേഴ്സിയെ കുറിച്ച് സംസാരിക്കുന്നതിലും എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഇപ്പൊ ഈ 2023-24 കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പൊ ഇവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണുള്ളത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്? ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്കുള്ളത് മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് ഗൈനിക് ആൻഡ് ഒബ്സ്ട്രിക്സ് ഉണ്ട്, ഓർത്തോപീഡിക് ഉണ്ട്, ജനറൽ സർജൻ ഉണ്ട്, പൾമനറി ഉണ്ട്, പിന്നെ ഓർത്തോ സർജൻ ആൻഡ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സർജറികളും നടത്തുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടാതെ
നമുക്ക് വിസിറ്റിംഗ് ആയിട്ട് നമുക്ക് ന്യൂറോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കാർഡിയോ ഉണ്ട്, ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഗ്യാസ്ട്രോ ഉണ്ട്, നെഫ്രോ ഉണ്ട്. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മളിതിൻ്റെ കൂടെ വിസിറ്റിംഗ് ആയിട്ട് കൂടെ നമ്മളിവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ നിയോനെറ്റോളജി ആൻഡ് പെഡിയാട്രിക്സ് അതും വളരെ സജീവമായിട്ട് നല്ല രീതിയിലും ഫുൾ ടൈം ആയിട്ട് പോകുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റാണ്. ഇവിടുത്തെ ആയുർവേദ വിഭാഗം പ്രായം ചെന്നവരും കുട്ടികളും ഇപ്പൊ പലരും ആയുർവേദത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആയുർവേദത്തിന്റെ വിശ്വസ്തത വളരെയേറെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് കാലത്ത് ആളുകൾ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു മേഖലയാണ്. അപ്പൊ ആയുർവേദവും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് വിവരിക്കാം. ആയുർവേദം ഇവിടെ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്ററാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ തുടങ്ങിയത്. അതിനുശേഷം അന്ന് ഞങ്ങളുടേതായിട്ടുള്ള നാച്ചുറോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു ഡോക്ടറായിരുന്നു. ഇപ്പോൾ ഏതാനും വർഷങ്ങളായിട്ട് ഒരു 4 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ ആയുർവേദത്തിൽ ഫിസിഷ്യൻ MD ബിരുദാനന്തര ബിരുദം എടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിസ്റ്റർ വന്നതിന് ശേഷം ഫുൾ ടൈം എല്ലാ തരം ആയുർവേദ ട്രീറ്റ്മെന്റും പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അഡിക്റ്റീവ് ബിഹേവിയർ ഉള്ള ആൽക്കഹോളിക് അഡിക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലേണിംഗ് ഡിസബിലിറ്റീസോ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ അവർക്ക് ഇപ്പൊ ആൽക്കഹോളിക് ഡിപ്രസീവ് ആയിട്ടുള്ള ആൾക്കാരുള്ളവർക്കും അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ കിടത്തി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെന്നുള്ള ഫീഡ്ബാക്കും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ടല്ലേ? കൗൺസിലിംഗും അത്യാവശ്യം ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ കുട്ടികൾക്കൊക്കെ വളരെയേറെ കൗൺസിലിംഗിന്റെ ഒക്കെ ആവശ്യകതയുണ്ട്. പല സ്കൂളുകളിലും തന്നെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കൗൺസിലിംഗ് സെക്ഷൻ ഒക്കെ എല്ലാ ദിവസവും ഉണ്ടോ ഇവിടെ? കൗൺസിലിങ്ങിന് ഞങ്ങൾക്ക് ഫുൾ ടൈം കൗൺസിലർ ആയിട്ട് ഞങ്ങളുടെ തന്നെ ഒരു സൈക്കോളജിസ്റ്റ് സിസ്റ്റർ ഉണ്ട്. കൂടാതെ ഞങ്ങൾക്ക് സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അതില് കൗൺസിലിംഗ് സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ വേണ്ടി MSW സൈക്യാട്രി ആൻഡ് മെഡിസിൻ കഴിഞ്ഞ സ്റ്റാഫുകൾ ഇവിടെയുണ്ട്. കൂടാതെ എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. കാരണം ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. പക്ഷേ ഞാൻ ഈ പൊസിഷൻ വഹിക്കുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് ഇപ്പം ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഡോക്ടറേറ്റ് എടുത്ത കാര്യം പറഞ്ഞപ്പോഴത്തെ സിസ്റ്റർ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. അത് ഏത് ഇയറിലായിരുന്നു? 2022 എൻ്റെ ഫൈനൽ ഡിഫൻസ് കഴിഞ്ഞത്. അത് ഡിസംബർ 13, 2022 ഡിസംബർ 13 അത് മെറിത്തിസിമൂസ് എന്ന് പറയും. ഞാൻ പഠിച്ചത് ഫിലിപ്പീൻസിലാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഓണർ എന്ന് പറയുന്നത് മെറിത്തിസിമൂസ് എന്ന് പറയും. അപ്പൊ അത് ആ ഓണറായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ ആ ഓണർ കഴിഞ്ഞിട്ട് അതിന്റെ അക്കാഡമിക്കിന്റെ ടോട്ടൽ ഇവാലുവേഷൻ കോംപ്രിഹെൻസീവ് റിസൾട്ട് വരുമ്പോഴാണ് ഗോൾഡ് മെഡൽ ആണോ സിൽവർ മെഡൽ ആണോ എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഇവാലുവേഷൻ വരുന്നത് മാർച്ച് മാസത്തിലാണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ ഇവാലുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് മെറിത്തിസിമൂസ് എന്ന് പറയുന്നത് ഗോൾഡ് മെഡൽ. അതായത് സുമാ കും ലൗദ എന്ന് പറയും. അപ്പൊ അത് എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയത്. അതിന്റെ ഗ്രാജുവേഷൻ എനിക്ക് ജൂണിലായിരുന്നു നടന്നത്, 2023 ജൂൺ. അതിന് ഞാൻ അവിടെ പോയി ആ ഗ്രാജുവേഷനിൽ പങ്കെടുത്തു. എന്റെ ഗ്രാജുവേഷൻ ഞാൻ പഠിച്ചത് ഫിലിപ്പീൻസിലാണ്, മനില യൂണിവേഴ്സിറ്റി ഓഫ് സാന്റോ തോമസ്. അവിടെയാണ് പഠിച്ചത്. അവിടെ പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലെ? ആ ഒരു ടീം വർക്കാണ് എല്ലാത്തിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞ ഒരു ടീം വർക്ക് തന്നെയാണ്. ആ ഒരു ടീമാണ് ആദ്യം ബിൽഡപ്പ് ചെയ്ത് നല്ല കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലേ? അതെ. ഇപ്പൊ 6 മാസമായി ഞാൻ വന്നിട്ട്. ഇപ്പം ഞങ്ങളുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഞങ്ങൾ ഏകദേശം സജ്ജീകൃതമാക്കി. ഇന്നായിരുന്നു അതിന്റെ ബ്ലെസ്സിങ്. അപ്പൊ ആ ബ്ലെസ്സിങ് നടത്തിയ ഒരു 7 ബെഡുള്ള ഒരു ക്രിട്ടിക്കൽ യൂണിറ്റ് ആണ് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും എൻ്റെ ഒപ്പമുള്ള സിസ്റ്റേഴ്സിന്റെയും ഒക്കെ നല്ല സപ്പോർട്ട് അതിൽ കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ സഭാധികാരികളുടെ അവരുടെ ഒരു വലിയ സ്വപ്നമാണ് ഈ ഹോസ്പിറ്റൽ ഒരു എമർജൻസി ഒരു കാർഡിയാക് പേഷ്യന്റ് വന്നാൽ കയറ്റി കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടില്ല, എപ്പോഴും ഇല്ല. അപ്പം ദൂരേക്ക് പോകേണ്ടി വന്നത് കൊണ്ട് തന്നെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉള്ള സ്റ്റാഫുകൾ തന്നെ, സ്റ്റാഫിന്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അവരും ഒക്കെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നെക്സ്റ്റ് ഫോക്കസ് ഞങ്ങൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഒരു കെട്ടിടം പണിയാനുള്ളൊരു പ്രൊവിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അവിടെ അത്യാവശ്യം സൗകര്യപ്രദമായിട്ടുള്ള ചികിത്സ നൽകുക, എന്നാൽ അഫോർഡബിൾ റേറ്റിന് തന്നെ കൊടുക്കുക എന്നുള്ളതും കൂടി ഞങ്ങളുടെ ഉദ്ദേശത്തിലുള്ളതാണ്. ഒരു നാടിന് തന്നെ വളരെ നാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ട്. ഇന്ന് വെന്റിലേറ്റർ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതെല്ലാം ആളുകൾക്ക് ഇപ്പൊ കൂടുതൽ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടിരിക്കണം. ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യം ഇപ്പൊ കേരളത്തില് എനിക്ക് തോന്നുന്നു വളരെ റയർ ആയിട്ടുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു തിയേറ്ററാണ്. അതിനെ കുറിച്ച് വിശദീകരിക്കണം.
ഞങ്ങളുടെ OT കോംപ്ലക്സ് 2019 നവീകരിച്ച് നമ്മൾ കമ്മിറ്റ് ചെയ്തത്. ഓക്കെ. അത് ലാമിനാർ ഫ്ലോ ഹെപ്പ ഫിൽറ്ററിംഗ് സിസ്റ്റം ഉള്ള തിയേറ്ററാണത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അണുബാധ ഏൽക്കില്ല എന്നുള്ളതാണ്. അണുവിമുക്തമായിട്ടുള്ള ഫിൽറ്ററിംഗ് സിസ്റ്റം ഉള്ള തിയേറ്ററാണ്. അത് കേരളത്തിലും വളരെ റയറായിട്ട് തന്നെ ഉള്ളൂ. ഇത് നമ്മളിവിടെ 2019 അത് പണിത് കഴിഞ്ഞ ഉടനെ കോവിഡ് പ്രശ്നം വന്നതുകൊണ്ട് അത് നമുക്കത് എല്ലാവരിലേക്കും അതൊന്നും എത്തിക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. ഇപ്പം വളരെ സജീവമായിട്ട് സർജറികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പം അതിനകത്ത് ഒരു ഓർത്തോ തിയേറ്റർ ഉണ്ട്, അതിനകത്ത് ഗൈനിക്കിൻ്റെ തിയേറ്റർ ഉണ്ട്, യങ് സർജറി ഉണ്ട്, മൈനർ OT ഉണ്ട്. അതെല്ലാം സെയിം ലാമിനാർ ഫ്ലോ തിയേറ്റർ തന്നെയാണ്. ശരി. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യം, ഇവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ചൊന്ന്. ഞങ്ങളുടെ ഇവിടെ വളരെ സ്കിൽഡ് ആയിട്ടുള്ളതും പ്രൊഫഷണലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള നല്ല ഡോക്ടേഴ്സിൻ്റെ നല്ലൊരു ടീമുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, കൂടാതെ നഴ്സസ്, ഞങ്ങളുടെ സിസ്റ്റേഴ്സ് തന്നെ ഒരു 17-18ഓളം സിസ്റ്റേഴ്സ് ഞാൻ ഉൾപ്പെടെ ഇവിടെയുണ്ട്. അതിൽ ഡോക്ടർ സിസ്റ്റർ ഉണ്ട്, ഡോക്ടർ സിസ്റ്റർ ആയുർവേദത്തിലുണ്ട്. മുന്നേ 2 ഡോക്ടേഴ്സും കൂടി ഉണ്ടായിരുന്നു, അവരിപ്പോൾ റിട്ടയർഡ് ആയിട്ട് തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കുവാണ്. പിന്നെ ബാക്കി സിസ്റ്റേഴ്സ് എല്ലാ വാർഡിലും ഇൻചാർജ് ആയിട്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. ഈവൻ എക്സ്റേ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലും തിയേറ്ററിലും ഒക്കെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അതിൻ്റെ ലീഡർഷിപ്പായി ഗൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലും ഫാർമസി അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സ്റ്റാഫ് വളരെ നല്ല രീതിയിൽ സജീവമായിട്ടും എല്ലാവരോടും ഒരു പേഷ്യന്റ് കെയർ വളരെ നല്ല രീതിയിൽ കൊടുക്കുന്ന സ്റ്റാഫുകളാണ്. ഡോക്ടേഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. എല്ലാവരും തന്നെ കേരളത്തിൽ തന്നെ പഠിച്ചവരാണ്. സാധാരണ കേരളത്തിൽ പഠിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുമ്പം വളരെ മെറിറ്റഡ് ആയിട്ട് പഠിക്കുന്നതെന്നല്ല. അപ്പം ഞങ്ങളുടെ എല്ലാ ഡോക്ടേഴ്സും തന്നെ കേരളത്തിൽ പഠിച്ച് പോയവരാണ്, പഠിച്ച് വിജയിച്ച് വന്നവരാണ്. നല്ല രീതിയിൽ നല്ല ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം ഇവിടെ നമ്മൾ നൽകുന്നുണ്ട്. ആ കോളേജിനെ കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങളുടെ നഴ്സിംഗ് കോളേജ് ഞങ്ങൾക്ക് ആദ്യം നഴ്സിംഗ് സ്കൂളായിരുന്നു, അത് ഞങ്ങൾ നഴ്സിംഗ് കോളേജായിട്ട് ഉയർത്തുകയാണ് ചെയ്തത്. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം സെമസ്റ്റർ സിസ്റ്റമാണ് ഇപ്പം, ഏതാനും 1-2 വർഷങ്ങളായിട്ട്. ഒരു 300ഓളം കുട്ടികൾ ഇവിടെ പല സെമസ്റ്ററുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ചിലപ്പോൾ സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ ആശ്രയിക്കുന്നതെല്ലാം ഇൻഷുറൻസ്, അങ്ങനെയുള്ള പല മെഡിക്കൽ ഇതുമാണ്. അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇവിടെ ആക്സെപ്റ്റബിൾ ആണോ? തീർച്ചയായിട്ടും ഇൻഷുറൻസ് സിസ്റ്റം ഞങ്ങൾക്ക് ക്യാഷ്ലെസ്സും ഉണ്ട്, റീഇംബേഴ്സ്മെന്റ് മെഡിക്കൽ ഇൻഷുറൻസും നമ്മൾ ഇവിടെ അവൈലബിൾ ആണ്. പേഷ്യൻസിന് ഇപ്പം മെയിനായിട്ട് സർജറി കേസുകളെല്ലാം വരുന്നത് തന്നെ ക്യാഷ്ലെസ് അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് വരുന്നവരാണ്. മൈനറും മേജറും ആയിട്ട് രണ്ടും കൂടി കൂട്ടി 70ഓളം ഏകദേശം 60-70ഓളം സർജറികൾ ഇവിടെ മാസം നടക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ടീമിന്റെ ഒരു പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥനയിലാണ് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും എനിക്കത് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ ചാപ്പലുണ്ട്. ഏത് പേഷ്യൻറ്റിനും അല്ലെങ്കിൽ സ്റ്റാഫിനാണേലും വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളുടെ ഒരു ക്യാരിസം എന്ന് പറഞ്ഞാൽ അത് ദിവ്യകാരുണ്യ ഭക്തിയാണ്. അപ്പം അത് എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധന നടത്തുക. അതായത് 8 മണിക്കൂർ, ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ആരാധനയ്ക്ക് ദിവ്യകാരുണ്യ യൂക്രിസ്റ്റിക് എഴുന്നള്ളിച്ച് വെച്ച് എക്സ്പോസ്ഡ് അഡോറേഷൻ അത് ഞങ്ങൾ ഇവിടെ എല്ലാ ദിവസവും ഇവിടെ നടത്തുന്നത്, ഞങ്ങളുടെ ഹോസ്പിറ്റൽ ചാപ്പലിൽ നടത്തുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ശക്തിയാണ്. വളരെ നല്ല രീതിയിൽ ചികിത്സ കൊടുക്കുകയും അതും ചുരുങ്ങിയ ചെലവിൽ അവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ കയ്യിലുള്ള സൗകര്യങ്ങൾ കൊണ്ട് ഇനിയിപ്പോ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നു. ഇപ്പൊ ഇവിടുത്തെ വെന്റിലേറ്റർ സിസ്റ്റവും ബാക്കി എല്ലാം ഓണായിരിക്കുന്നു. എന്നിട്ടും ഒരു വലിയൊരു ചാർജോ അങ്ങനെയൊന്നും ഈടാക്കാതെ വളരെ ലളിതമായിട്ടുള്ള ഫീസും വാങ്ങി അതിൽ ആ ഫീസ് വാങ്ങുന്നതിൽ പകുതി ഭാഗവും അവർക്ക് വേണ്ടി തന്നെ ചെലവാക്കുന്നു. വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് മേഴ്സി ഹോസ്പിറ്റൽ. ജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലായിടത്തും എല്ലാ തരത്തിലും ഇപ്പൊ ആയുർവേദവും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഈ സേവനം ഇനിയും ഒരുപാട് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് സന്തോഷം സിസ്റ്റർ, വളരെ കുറച്ച് നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.